മേഴ്സി, നിന്നെ പരിചയപ്പെടാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇത് മിസ്റ്റർ വർമ്മ, രവി വർമ്മ, പ്രൊപ്പറേറ്റർ വർമാസ് അഡ്വർടൈസിംഗ് കമ്പനി. കൺഗ്രാറ്റുലേഷൻസ് മിസ്. മേഴ്സി. മറവി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. നമ്മുടെ ക്ലബിന്റെ വെൽവിഷറാ. മീറ്റിങ്ങിനൊന്നും പുള്ളിയെ കിട്ടില്ല. ചോദിക്കുമ്പോ മറന്നുപോയെന്ന് പറയും. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഇനി ഈ പേര് ഞാൻ മറക്കില്ല, ഈ രൂപവും. നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോകും. കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല, നർത്തകിയാണ് ഞാൻ ശ്രദ്ധിച്ചത്. എസ്പെഷ്യലി യുവർ ഫിഗർ. താങ്ക് യു സർ. ഞാൻ പോട്ടെ. നിൽക്കൂ. ഫിഗറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട്. ഐ മീൻ, എന്റെ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ. പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ആദ്യമായിട്ടാണ് എന്റെ കമ്പനിയിൽ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊരു പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുന്നത്. ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പോകുന്നത്. മേഴ്സി എന്ന് പറയുന്നു. ക്ഷമിക്കണം, അത്തരം ജോലിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് മോഡലിംഗിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ 1 മാസത്തെ ശമ്പളം 2 ദിവസം കൊണ്ടുണ്ടാക്കാം. പിന്നെ പേര്, പ്രശസ്തി. സോറി സർ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിൽ താല്പര്യമില്ല. ഓക്കെ, മേഴ്സിക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം. മേഴ്സി ആലോചിക്കും. മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്നു മുതൽ ഞാൻ സ്വപ്നം കാണും. അതിന് വിരോധമില്ലല്ലോ. See you. Good night. ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരാന്നറിയില്ല. ഗുഡ് ഈവനിങ് മേഴ്സി. ഗുഡ് ഈവനിങ്. ഇന്ന് 22-ാം തീയതിയാണ്. 15-7 22. നിങ്ങളെ പ്രസിഡന്റ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര മറവിക്കാരനാണെന്ന്. അതെന്നെ അറിയാത്തതുകൊണ്ടാണ്. ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഓർമ്മിച്ചു വയ്ക്കും. നമ്മൾ തമ്മിൽ കണ്ടുപിരിഞ്ഞിട്ട് ഇന്ന് കൃത്യം ഒരാഴ്ചയായി. മേഴ്സി എന്നെ നിരാശപ്പെടുത്തില്ലല്ലോ? ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ സാർ, എനിക്കതിൽ താല്പര്യമില്ലെന്ന്. താല്പര്യമുള്ള ധാരാളം കുട്ടികളുണ്ടെന്ന് സാർ പറഞ്ഞല്ലോ. പിന്നെന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ടൈപ്പിസ്റ്റിന്റെ ജോലിയാണല്ലേ മേഴ്സിക്ക്? അതെ. എത്ര രൂപ ശമ്പളം കിട്ടും? 650. 650. 10-200 രൂപയെങ്കിലും ഹോസ്റ്റലിൽ കൊടുക്കണം. പോയിട്ട് പിന്നെ 450. അത് വീട്ടിലേക്ക്. എല്ലാ മാസവും മേഴ്സിയുടെ ശമ്പളവും കാത്തിരിക്കുന്ന കുടുംബത്തിന് അത് വലിയ ആശ്വാസമായിരിക്കും. പക്ഷേ ഈ ജോലി പോയാലോ? എന്റെ നാക്ക് കരുനാക്കാണെന്നാണ് എല്ലാരും പറയാറ്. ഏതായാലും പറഞ്ഞ പോലെ ഇനി തിരിച്ചറിയാൻ പോകും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മേഴ്സി വിഷമിക്കരുത്. എന്റെ അഡ്രസ്, ഫോൺ നമ്പറും ഉണ്ട്. എന്തിനാ നിന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടത്? എനിക്കൊന്നും അറിയില്ല സുമേ. വൈകുന്നേരം മാനേജർ വിളിച്ച് ഈ ലെറ്റർ തന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്ന്. ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. മേഴ്സി, നിനക്കാ. ഹലോ. സന്തോഷം കൊണ്ട് ചിരിക്കുന്നതല്ല കേട്ടോ. വിവരം അറിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. എന്റെ കരുനാക്കിന് ഒരു രക്തസാക്ഷി കൂടി. ഐ എം സോറി കേട്ടോ. പുതിയൊരു ജർമ്മൻ ക്യാമറയും സൂം ലെൻസും ഇന്ന് വൈകിട്ട് ഞാൻ വാങ്ങി. ഐശ്വര്യമുള്ള ആരുടെയെങ്കിലും പടമെടുത്ത് വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ. മേഴ്സി എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ മേഴ്സി?
ഒരു ജോലി പോയാൽ വേറൊരു ജോലി നമുക്ക് അന്വേഷിക്കാം. ഏതെങ്കിലും ചെറിയ കമ്പനിയിൽ വല്ല ടെമ്പററി ജോലിയും കിട്ടിയേക്കും. ആ ചെറിയ ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ സുമേ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നല്ലൊരു ജോലി കിട്ടുന്നവരെ നിന്റെ വീട്ടിലേക്കുള്ള പണമൊക്കെ ഞാൻ അയച്ചോളാം. അതിനുള്ള നിവൃത്തിയൊക്കെ എനിക്കുണ്ട്. അതൊക്കെ എത്ര കാലത്തേക്ക് നടക്കും? സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ, പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 സഹോദരങ്ങൾ, എന്റെ വരുമാനം കൂടി ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, അവിടെ പോയി എല്ലാവരും കൂടി പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദമല്ലേ മോഡലിംഗ്? മിസ്റ്റർ വർമ്മ, നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഈ വളർച്ച പലർക്കും അത്ര രസിക്കുന്നില്ല. ക്വൈറ്റ് നാച്ചുറലി. നോ നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. മറ്റു പരസ്യ കമ്പനിക്കാർ വെറുതെ നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീരെ ഗതിമുട്ടുന്നവരൊരു പക്ഷേ. എന്നെ അവർ എന്ത് ചെയ്യാനാണ് സർ? എന്റെ അസറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ ആർട്ടിസ്റ്റിക് ടാലന്റ്, മൈ ബ്രെയിൻ, മൈ ഹാർഡ് വർക്ക്, ഓഫ് കോഴ്സ്. പിന്നെ സാറിനെ പോലെയുള്ള വെൽവിഷേഴ്സിന്റെ സഹായമുണ്ട്. അത് മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അത് മാത്രം പോരാ, യു ഷുഡ് ബി മോർ കെയർഫുൾ. മേഴ്സി ഉണ്ടല്ലോ, നിങ്ങളുടെ ആ മോഡൽ, ആ കുട്ടിയെ മറ്റേതെങ്കിലും കമ്പനിക്കാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കും. അതിനൊരിക്കലും ഇടയാവരുത്. ഷീസ് ആൻ അസറ്റ് ഫോർ യുവർ ഫേം. ഷീസ് ആൻ അസറ്റ് ഫോർ യുവർ ഫേം. അവൾ കൈവിട്ടു പോകാതെ സൂക്ഷിക്കണം. മുഖവരില്ലാതെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ മേഴ്സിയുടെ മറുപടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഭയം തോന്നുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, ആവശ്യത്തിലേറെ പണവും അതിലേറെ ലോകപരിചയമുള്ള എനിക്ക് മേഴ്സിയുടെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം? എന്നെക്കുറിച്ച് കുറേയൊക്കെ മേഴ്സിക്ക് അറിയാമല്ലോ. കഴിഞ്ഞ കാലം അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു. കുടുംബം, അതേക്കുറിച്ച് സ്വപ്നമെങ്കിലും കാണാൻ തുടങ്ങിയത് മേഴ്സി കണ്ടുമുട്ടിയതിന് ശേഷം. ആലോചനകളൊക്കെ പ്രോപ്പർ ചാനലിൽ കൂടെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കാരുമില്ല മേഴ്സി. ആ വലിയ വീട്ടിൽ ഞാനും നിന്നെക്കുറിച്ചുള്ള കുറെ സ്വപ്നങ്ങളും മാത്രം. മേഴ്സി ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ളത്ര സമയം എടുത്തോളൂ. വേണ്ട എന്നാണ് മറുപടിയെങ്കിലും എന്നെ വിട്ടു പോകരുത്. ദൂരെ നിന്നെങ്കിലും എനിക്ക് മേഴ്സിയെ കാണാമല്ലോ.
തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു രവിവർമ്മയുടെ സമീപനം. പരസ്യ ചിത്രങ്ങളിൽ പോസ് ചെയ്ത തനിക്ക് ഇനി നല്ലൊരു വിവാഹ ജീവിതം പ്രതീക്ഷിക്കാനാവില്ലെന്ന് മേഴ്സിക്ക് അറിയാമായിരുന്നു. രവിവർമ്മ ധനികനാണ്. സ്നേഹമുള്ളൊരു ഹൃദയവും അയാളിൽ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ പാവങ്ങളായ തന്റെ വീട്ടുകാരെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടും. അന്ന് രാത്രി നാട്ടിലുള്ള തന്റെ ഇളയ സഹോദരിക്ക് മേഴ്സി ഒരു കത്തെഴുതി. പ്രിയപ്പെട്ട അനുജത്തിക്ക്, ചേച്ചിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ ഇടവക പള്ളിയിൽ ഞാൻ വരും. നീ അവിടെ വരണം. വീട്ടിൽ ആരും അറിയരുത്. സ്നേഹപൂർവ്വം, മേഴ്സി. അപ്പച്ചൻ ഇപ്പോഴിതറിയണ്ട. നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ രവിസാറിന് ഇങ്ങനെയൊക്കെ തോന്നിയത്. എന്നാലും രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് അതൊരു അന്യജാതിക്കാരനെ വേണ്ട. നീ ഇപ്പോഴിത് ആരോടും പറയണ്ട. എന്തിനാ ഇത്? നാളെ രാവിലെ 10:30 മണിക്ക് രജിസ്റ്റർ കച്ചേരിയിൽ വെച്ചാണ് എന്റെ വിവാഹം. ആ സമയത്ത് നീ ഇവിടെ വന്ന് ചേച്ചിയുടെ പേരിൽ കുർബാന നടത്തണം. പ്രാർത്ഥിക്കുകയും വേണം. ഞാൻ പോട്ടെ.